നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറഞ്ഞു. നീ ഞങ്ങളോടൊക്കെ എന്താ പറഞ്ഞേ? എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നീ ആമിയോടും എന്നോടും ഒക്കെ പറഞ്ഞത് എന്താണെന്ന്. ഇത് അവളുടെ കുഞ്ഞാണെന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് പറയാനുള്ള മറുപടി നിനക്ക് നിന്റെ ഭാര്യയും വേണം, പെങ്ങളെയും വേണം എന്നായിരിക്കും അല്ലേ? അതിനുവേണ്ടി നീ കളിച്ച ഈ വൃത്തികെട്ട നാടകം ആരുടെയൊക്കെ ഭാവിയെ ബാധിക്കാൻ പോകുന്നത് നിനക്കറിയാവോ? മുത്തശ്ശി, അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിക്കുന്നത് വരെ എല്ലാവരും കാത്തിരിക്കണം അല്ലേ? എടാ, അന്ന് പൂജയുടെ കുഞ്ഞു മരിച്ചു എന്നുള്ള സത്യം നീ ആശുപത്രി വെച്ച് തന്നെ അവളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ അവസാനിച്ചേനെ. നീ ഒറ്റ ഒരാളാ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ അപകടം പിടിച്ച കളി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. നീ എങ്ങനെ ഇതിന് പരിഹാരം കാണുമെന്ന് ഈ പറയുന്നേ? നിനക്കെന്നല്ല, ആർക്കും ഇതിന് പരിഹാരം കാണാൻ പറ്റില്ല. മുത്തശ്ശി, പൂജ ഇപ്പോഴും അന്ധമായി വിശ്വസിച്ചിരിക്കുന്നത് അവളുടെ കുഞ്ഞാണെന്നാ. ആയിക്കോട്ടെ, അതിന് ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. പ്രശ്നം ഉണ്ടായില്ലെന്നോ? എടാ, നീ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുന്നതാണോ? ഇതിൽ കൂടുതൽ ഇവിടെ ഇനി എന്ത് പ്രശ്നം ഉണ്ടാകാനാടാ? നീ ഈ കള്ളക്കഥ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? നിനക്കറിയാം ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ആമിയാണെന്ന്. നീ പൂജയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതോ അത് അവളുടെ കുഞ്ഞാണെന്ന്. നാളെ ആമിയും പൂജയും കൂടെ ഒരുമിച്ച് വന്ന് കുഞ്ഞ് ആരുടേതാണെന്ന് ചോദിക്കുന്ന ഒരു നിമിഷം ഉണ്ടായ അവരോട് നീ എന്തു മറുപടി പറയും? നിനക്കറിയാവോ, പൂജ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. അന്ന് കുഞ്ഞുണ്ടായ രാത്രിയിൽ ഹോസ്പിറ്റലിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും. അതിപ്പോ എന്തിനാ മുത്തശ്ശി ഇവിടെ എടുത്തിരുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഒരു രീതിയിൽ ഈ പ്രശ്നം മാന്യമായി പരിഹരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ല അല്ലേ? മുത്തശ്ശി ഇപ്പൊ അതൊന്നും ആരെ ഓർമ്മിപ്പിക്കുന്നു വേണ്ട. മുത്തശ്ശി ഓർമ്മിപ്പിച്ചതൊന്നുമല്ല. കട്ടായി നിന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആകാശം ഇടിഞ്ഞു വീണാൽ ഈ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. ഇനിയെങ്കിലും ഈ മൗനം ഒന്ന് വെടിയണം. വാ തുറന്ന് സത്യം ഒന്ന് തുറന്നു പറയണം. എന്ത് സത്യം? ഇതുവരെ ഞാൻ പറഞ്ഞതിനപ്പുറം എനിക്കൊരു സത്യം പറയില്ല. അങ്ങനെ ഇരുട്ടുകൊണ്ട് നീ ഓട്ടയടയ്ക്കാനൊന്നും നോക്കണ്ട. നാളെ ആമയും പൂജയും കൂടെ ഒരുമിച്ച് വന്ന് നിന്റെ മുന്നിൽ നിന്നാൽ അവരോട് നീ എന്തു മറുപടി പറയുമെന്ന് എനിക്കറിയണം. എന്ത് മറുപടി പറയാം? ആമി ചേച്ചി കുഞ്ഞിനെ പൂജയ്ക്ക് നിയമപരമായി ദത്തു കൊടുത്തതല്ലേ? ഹോസ്പിറ്റൽ രേഖകൾ കുഞ്ഞിന്റെ അമ്മ ആമി ചേച്ചിയല്ലേ? പൂജയുടെ കുഞ്ഞാണതെന്ന് പൂജ മാത്രം വിശ്വസിക്കുന്ന കാര്യങ്ങളല്ലേ? പൂജയും ഞാനും കുഞ്ഞിനെ ഒന്നിച്ചല്ലേ വളർത്തുന്നേ. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ഇപ്പോഴും അവളോട് പറയുന്നത് അത് അവളുടെ കുഞ്ഞാണെന്ന്? എടാ, നിനക്ക് അവളോട് സത്യം തുറന്നു പറഞ്ഞാ പോരെ? അതുകൊണ്ടല്ലേ അവള് കുഞ്ഞിനെ വിട്ടുകൊടുക്കാത്തെ? അതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ? അത് പിന്നെ അവളത് എത്രത്തെ കുഞ്ഞല്ലേ, ആ ഒരു വാശിക്ക് അവളങ്ങനെ പറയുന്നതാ. അല്ലാതെ അത് അവളുടെ കുഞ്ഞാണെന്ന് നീ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കൊണ്ടല്ല. ഒരിക്കലും അല്ല. എന്ന് വെച്ചാ എല്ലാ ആമയുടെ മാത്രം കുറ്റമാണെന്ന്. അവളൊരു പ്രാന്തിന്റെ പുറത്ത് ഈ കുഞ്ഞിനെ എടുത്ത് കൊടുത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ആണോടാ? അവൾ ഇങ്ങനെ ഒരു പ്രാന്ത് കാണിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു വാക്കെങ്കിലും നീ ഇതിനെപ്പറ്റി അവളോട് ചോദിച്ചിട്ടുണ്ടോ? അതിപ്പോ ഇവിടെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. എന്താ ചോദിക്കാതെ തന്നെ അവള് പറഞ്ഞടാ? എടാ, നീ വിചാരിക്കുന്ന പോലെ അവൾക്ക് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. മനസ്സിലായില്ല. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ അവളൊരു തെറ്റിദ്ധാരണയിലായിരുന്നു. ഏതു നിമിഷവും മരിച്ചു പോകുമെന്ന് അവൾ വല്ലാതെ ഭയപ്പെട്ടു. അതിമാരകമായ
മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗമാണ് കുട്ടിക്ക്. ഏത് നിമിഷവും മരണം സംഭവിക്കാം. അന്ന് ഞാൻ അങ്ങനെ ഒരു ടെക്നിക്ക് കാണിച്ചില്ലായിരുന്നെങ്കിൽ അവന്മാർ എനിക്ക് പണി തരുമായിരുന്നു. ഇനിയെങ്കിലും നീ ഒന്ന് പറ, ശരിക്കും ഈ കുഞ്ഞിന്റെ അമ്മ ആരാണ്? പറഞ്ഞല്ലോ ഞാൻ, ഹോസ്പിറ്റൽ രേഖകളിൽ ആമി ചേച്ചി, പൂജയുടെ മനസ്സിൽ പൂജ. ആർക്കും ഒരു കുഴപ്പമില്ല. വെറുതെ എന്തിനാ മുത്തശ്ശി ഒരു വിചാരണ വിധിയും? നിലവിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എന്റെ കുഞ്ഞ് ഹോസ്പിറ്റൽ റെക്കോർഡിൽ മാത്രം ഉണ്ടായാൽ മതിയോ? എന്റെ ജീവിതത്തിലെ റെക്കോർഡിലും എന്റെ കുഞ്ഞ് വേണ്ടേ? പേര് പറയടാ. ഈ കുഞ്ഞ് എന്റെ അല്ലേ? പൂജയോട് നീ പറഞ്ഞത് ശുദ്ധ നോണയല്ലേ? വിടുമോളെ, പറയാൻ പറയടാ. അവനെ വിട്. കൊല്ലുകയെ തിന്നുകയെ എന്താന്ന് വെച്ചാവാം. ഇനി ഇതിനെക്കുറിച്ച് എന്റെ നാവിന്ന് ഒന്നും വരില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. നിങ്ങൾക്കറിയാവുന്നതൊക്കെ തന്നെ എനിക്കും അറിയൂ. ദയവ് ചെയ്ത് ചുരമാന്തി ഇല്ലാത്തതൊക്കെ പുറത്തിട്ട് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്. എന്താടാ, നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ ജീവിതമുള്ളൂ? എനിക്ക് ജീവിതമില്ലേ? എന്റെ ദത്തേട്ടന് ജീവിതമില്ലേ? ഞങ്ങളുടെ കുഞ്ഞിന് ജീവിതമില്ലേ? ഉണ്ട്, എല്ലാവർക്കും ജീവിതമുണ്ട്. ആ ജീവിതം ഭംഗിയായി ജീവിക്കാൻ വേണ്ടിയാ ഞാൻ എന്റെ മനസ്സ് എന്നേക്ക് വേണ്ടി മൂടി വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നെഞ്ചിൽ കൈവച്ച് നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ആർക്കും ദോഷം വരുന്ന ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല.